പോലും വേദനിപ്പിച്ചില്ല. തന്റെ സൈനിക നീക്കത്തിലൂടെ ശക്തി സംഭരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ കീഴടങ്ങാൻ നിർബന്ധിതനാക്കി. സുഖലോലുപരായ സമൂഹം, ആദർശബോധമുള്ള മനുഷ്യന്റെ ആത്മവീര്യത്തിന്റെ മുമ്പിൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈമാനിക ആവേശത്തിന്റെ മുമ്പിൽ അവരടിപതറി. അവരെ കൊല്ലാതെ, അവരെ വേദനിപ്പിക്കാതെ അവരുടെ കയ്യിൽ നിന്നും ഖുദ്സ് തിരിച്ചു വാങ്ങി. ഈ ചരിത്രം ലോകത്തെ സകല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി. അവര് പോലും പറഞ്ഞു, അറബ് ചരിത്രകാരന്മാർ ഇതിനെ മനോഹരമായി എഴുതിയിട്ട് പറഞ്ഞു, ഒരു തുള്ളി രക്തം ചിന്താത്ത വിജയം മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി നേടി. അക്രമത്തിന്റെ പാത സ്വീകരിക്കാതെ സൈനിക നീക്കത്തിലൂടെ തന്നെ ആവശ്യമായ സംഘടനകൾ ഒടിച്ച് മനുഷ്യനെ കൊല്ലുക എന്ന ഏർപ്പാടെ സ്വീകരിച്ചില്ല. അതുകൊണ്ടല്ലേ ചരിത്രം പറഞ്ഞത്, അങ്ങനെ ഒരു വാക്ക് ലോകത്ത് മുസ്ലിം പടയാളികളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ചരിത്രത്തിന് പരിചയമില്ല, ചരിത്രം കണ്ടിട്ടില്ല, ചരിത്രം കേട്ടിട്ടില്ല, ചരിത്രം അറിഞ്ഞിട്ടില്ല. അറബികളെക്കാൾ കാരുണ്യവും നീതിബോധവും പ്രകടിപ്പിച്ച ഒരു യുദ്ധവിജയിയെ അല്ലെങ്കിൽ യുദ്ധവിജയത്തിന്റെ ഉടമകളെ ചരിത്രത്തിന് അറിയില്ല. അത്ര മനോഹരമായ വാചകം ചരിത്രം നമ്മളെ കുറിച്ച് കുറിച്ചിട്ടുവെങ്കിൽ ഓർക്കണം, അക്രമത്തിന്റെ പാതയല്ല മുസ്ലിം ലോകം സ്വീകരിച്ചത്. പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ലോകത്തോട് വിടവാങ്ങി. അദ്ദേഹത്തിന്റെ ശേഷം പിന്നെ മുസ്ലിങ്ങൾക്ക് ആക്രമണത്തിന്റെ കാലഘട്ടമാണ്. ചൈനയിൽ നിന്നും ചെങ്കിസ് ഖാന്റെ പടയോട്ടം ആരംഭിച്ചു, താർത്താരികളുടെ പടയോട്ടം. ആ പടയോട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് കനത്ത നാശം സംഭവിച്ചു. എന്നാലും ഖുദ്സിന്റെ മണ്ണ് മുസ്ലിം സമൂഹം കൈവിട്ട് കൊടുത്തില്ല. മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെ ഖുദ്സിന്റെ മണ്ണ് നിന്നു. അതിനുള്ള ആവേശവും ആർജവവും ഒക്കെ തന്റെ പിൻതലമുറക്ക് നൽകിക്കൊണ്ടായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കടന്നുപോയത്. ചരിത്രത്തിന് അപ്പോൾ ഒരു മറുവശമുണ്ടായിരുന്നു. ലോകത്ത് പീഡിത വിഭാഗമായിരുന്നു ജൂതർ. നമ്മളത് അംഗീകരിക്കുന്നു. ഒരുപാട് പീഡനങ്ങൾ ജൂതന്മാർ ഏറ്റുവാങ്ങി. ജൂതന്മാരെ പീഡിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ലോകത്തുണ്ടായി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ബൈസാന്റിയൻ സാമ്രാജ്യം പോലും ഹെറാക്ലിയസിന്റെ കാലത്ത് ഈ ജൂതന്മാരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി. അതിശക്തമായ മതപരിവർത്തനം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ട് അവരെ അവരുടെ ഇംഗിതത്തിനൊത്ത് പണിയെടുപ്പിച്ചും പീഡിപ്പിച്ചും പേടിപ്പിച്ചു നിർത്തി. മാത്രമല്ല, ഇംഗ്ലണ്ടിൽ പോലും എഡ്വേർഡ് ഒന്നാമൻ ജൂതന്മാരെ മതപരിവർത്തന നിയമം കൊണ്ടുവന്നു. അവരെ മതപരിവർത്തനം നടത്തിച്ചു, അവരെ വേദനിപ്പിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഗ്യാസ് ചേംബറിലിട്ട് ജൂതന്മാരെ കൊന്നത് ജർമ്മനിയിലായിരുന്നു. ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്ക് ജൂതന്മാരെ കൊല്ലുക എന്നതൊരു വിനോദമായിരുന്നു. എത്രയോ ജൂതന്മാരെ ഗ്യാസ് ചേംബറിൽ കടത്തിവിട്ട് അതിലേക്ക് വിഷവാതകം വമിപ്പിച്ച് മനുഷ്യന്റെ മക്കളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന അതിക്രൂരമായ നടപടിക്രമം. ആ നടപടിക്രമം സ്വീകരിച്ചത് അപകടകരമായ ഒരു പ്രക്രിയയായി ലോകത്ത് രേഖപ്പെട്ട് കിടക്കുന്നത് ഇന്നും ചരിത്ര പുസ്തകങ്ങളിൽ കാണുവാൻ കഴിയും. അന്നും നമുക്കെടുത്തു പറയാനൊരു വാചകമുണ്ട്, മുസ്ലിം സ്പെയിൻ. അവിടെയും ജൂതന്മാരുണ്ടായിരുന്നു. അവരുടെ അനീതി മുസ്ലിംകൾ ചെയ്തിട്ടില്ല. മുസ്ലിം സ്പെയിനിൽ മാത്രമായിരുന്നു ജൂതന്മാർക്ക് തെല്ലെങ്കിലും ഒരു ആശ്വാസം. ചരിത്രം എഴുതുന്നുണ്ട്, ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നുണ്ട്. അന്ന് പോലും മുസ്ലിങ്ങൾ അവരോട് ക്രൂരത കാണിച്ചില്ല. മുസ്ലിങ്ങൾ ഒരിക്കലും അപകടത്തിന്റെ തീവ്രമായ സമീപനം സ്വീകരിച്ചിട്ടില്ല. ഈ പീഡിത ജൂത സമൂഹത്തെ ഒരുമിപ്പിക്കുവാൻ ഒരു ചിന്ത കൊണ്ടുവരുന്നത് 1887-ലാണ്. 1887 പീഡിതരായ ലോകത്തെ ജൂതന്മാരെ മുഴുവൻ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പത്രപ്രവർത്തകൻ, ആസ്ട്രിയൻ പത്രപ്രവർത്തകൻ തിയോഡാർ ഹർസൽ എന്ന് പറയുന്ന ഒരാൾ, അയാളാണ് ആദ്യമായി സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. അയാൾ ആദ്യമായി സമൂഹത്തോട് പറഞ്ഞു, ബൈബിളിലെ വാഗ്ദത്ത ഭൂമി സ്വായത്തമാക്കണം. ബൈബിളിലെ വാഗ്ദത്ത ഭൂമി, ദ പ്രോമിസ്ഡ് ലാൻഡ്, ബൈബിളിൽ പറഞ്ഞ ഭൂമി, ആ ഭൂമി സ്വായത്തമാക്കണം, അതിന് സ്ഥലം കണ്ടെത്തണം. അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതി ഈ ജൂതലോബിയെ മുഴുവൻ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ആവശ്യമായ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി. ആ പ്രചരണം ജൂത സമൂഹം ഏറ്റുപിടിച്ചു. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ജൂതന്മാർ, ഈ ആവേശകരമായ നാടില്ലാത്തൊരു സമൂഹമായിരുന്നു അവർ. അവർ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു. ഈ പ്രദേശം തന്നെ, നാം നേരത്തെ പറഞ്ഞ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, പഴയ കാലഘട്ടത്തിൽ കാനോനിസ്റ്റ് എന്ന് പറയുന്ന കന്നാൻകാർ, അവരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. പിന്നെ അവിടെ ജൂതന്മാർ വന്നു. പിന്നെ ക്രൈസ്തവാധിപത്യം വന്നപ്പോൾ ജൂതന്മാർ പുറത്താക്കപ്പെട്ടു. ആ ജൂതന്മാർ ലോകത്തിന്റെ പല ഭാഗത്തായിരുന്നു. പിന്നീട് ആ പ്രദേശം ഇസ്ലാമിന്റെ കയ്യിൽ വന്ന ചരിത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അവസാനം ഈ പുസ്തകം എഴുതി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് സംബന്ധമായ പ്രചരണങ്ങൾ നടന്നു. അപ്പോഴാണ് ഒന്നാം ലോക മഹായുദ്ധം രൂപപ്പെട്ടു വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധം രൂപപ്പെട്ടു വരുമ്പോൾ ലോകയുദ്ധത്തിൽ ഒരു ഭാഗത്ത് ബ്രിട്ടനും മറുഭാഗത്ത് ജർമ്മനിയും. ജർമ്മനി അതിശക്തമായി മുന്നേറി സഖ്യകക്ഷികൾക്ക് വമ്പിച്ച നാശമുണ്ടാക്കാൻ ആരംഭിച്ചു. സഖ്യകക്ഷികൾ വലിയ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടു. ഇവരുടെ കപ്പലുകൾ നശിപ്പിച്ചുകൊണ്ടും ഇവർക്ക് നാശം വരുത്തിക്കൊണ്ട് ജർമ്മനി മുന്നോട്ട് പോകുമ്പോൾ ജർമ്മനിയെ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ബ്രിട്ടൻ നിർബന്ധമായി. ബ്രിട്ടന് തോന്നി, തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അമേരിക്കയെ രംഗത്ത് കൊണ്ടുവരണം, അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പൂർണ്ണമായ പിന്തുണ വേണം. അതിനുവേണ്ടി ബ്രിട്ടീഷ് വിദേശകാര്യ മേധാവി
അന്നത്തെ ബ്രിട്ടീഷുകാരുടെ വിദേശകാര്യ മേധാവി സർ മാർക്ക് സൈക്ക് എന്ന് പറയുന്ന വിദഗ്ധനായ ഒരു ചിന്തകൻ, ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയാം. അദ്ദേഹം അതിശക്തമായ മുന്നേറ്റത്തിലൂടെ ജൂതന്മാരെ സ്വാധീനിക്കാൻ പദ്ധതിയിട്ടു. ജൂതന്മാർക്ക് മുഴുവൻ അദ്ദേഹം സന്ദേശം കൊടുത്തു. യുദ്ധത്തിൽ, ലോകമഹായുദ്ധത്തിൽ ഈ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടന്റെ കയ്യിൽ വരും. സ്വാഭാവികമായും ബ്രിട്ടന്റെ കോളനിയാകും. കോളനി വാഴ്ച വന്നാൽ ജൂതന്മാർക്ക് പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ഭൂമി വാഗ്ദാനം ചെയ്യും. അവർക്ക് ഭൂമി തരാം, അവർക്ക് താമസിക്കാൻ സ്ഥലം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഗ്ദാനം സമൂഹത്തിന്റെ മുമ്പിൽ ആദ്യം വെക്കുന്നത് ഈ ജൂതരാഷ്ട്രത്തെ പ്രോത്സാഹിപ്പിച്ച ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന്റെ വിദേശകാര്യ വകുപ്പാണ്. അങ്ങനെ ഇംഗ്ലണ്ടിന്റെ വിദേശകാര്യ വകുപ്പ് സുന്ദരമായി കരിക്കൾ നീക്കി. അമേരിക്കക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നും നിങ്ങൾ നോക്കൂ, അമേരിക്കയുടെ കീ പോയിന്റിലൊക്കെ ജൂതന്മാരുണ്ടാവും. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ ജൂതന്മാരുണ്ടാവും. അമേരിക്കയുടെ കീ പോയിന്റിൽ ജൂതന്മാരുടെ അന്നുമുണ്ട്. US സുപ്രീം കോടതിയിൽ ലൂയിസ് ബ്രാൻഡിസ് എന്ന് പറയുന്ന ഒരു ജൂതനായിരുന്നു സുപ്രീം കോടതിയുടെ ജഡ്ജി. അദ്ദേഹം ആ രാജ്യത്തിന്റെ പ്രസിഡന്റുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. രാജ്യത്തിന്റെ പ്രസിഡന്റുമായി അടുത്ത ബന്ധമുള്ള ലൂയിസ് ബ്രാൻഡിസ് അയാൾ പ്രസിഡന്റിനെ സ്വാധീനിച്ച് പ്രസിഡന്റിനെ കൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടി വെച്ച് ചരിത്രം പറയുന്നു. വളരെ വിശാലം, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. അന്നത്തെ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഈ സഖ്യകക്ഷികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. 1917 ഏപ്രിലിൽ അമേരിക്ക യുദ്ധത്തിനിറങ്ങുന്നു. അമേരിക്ക യുദ്ധരംഗത്ത് വന്നതോട് യുദ്ധത്തിന്റെ ഗതി മാറി. അപ്പോഴാണ് 1917 നവംബർ 2 അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ആർതർ ബാൽഫർ ഈ വാഗ്ദത്ത ഭൂമി പ്രഖ്യാപിക്കുന്നത്. അതാണ് ബാൽഫർ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജൂതന്മാർക്ക് ആദ്യമായി ഒരു ഭൂമി ഉണ്ടാകുന്നത്. ആ ഭൂമി അറബികളുടെ മധ്യത്തിൽ തന്നെ വേണമെന്ന നിർബന്ധം മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരുന്നു. ഏതുപോലെ ഇന്ത്യ മഹാരാജ്യത്തെ വിഭജനത്തിലേക്ക് എത്തിച്ചത് ബ്രിട്ടീഷുകാരാണല്ലോ. ഇന്ത്യ വിഭജിച്ചതിന്റെ ഉത്തരവാദികൾ മുസ്ലിങ്ങളുമല്ല, ഹിന്ദുക്കളുമല്ല. സത്യത്തിൽ നമ്മളെ തമ്മിൽ തല്ലിച്ച ബ്രിട്ടനാണ്. അവർ വളരെ വലിയ ആസൂത്രിത പ്രവർത്തനമാണ് ചെയ്തത്. ഇവിടെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി പള്ളിക്ക് മുമ്പിൽ പന്നിയെ കൊന്നിട്ടും അമ്പലത്തിന് മുമ്പിൽ പശുവിനെ കൊന്നിട്ടും ബ്രിട്ടീഷ് പട്ടാളക്കാർ നേരം പുലരുമ്പോൾ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിച്ച ഒരുപാട് പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ തല്ലിച്ച് കളിച്ച ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ച് എന്ന അറബി പദം പോലെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഈ തന്ത്രമായിരുന്നു അവർ ലോകത്തൊക്കെ നയിച്ചത്. ആ തന്ത്രമാണ് അവർ കോളനി വാഴ്ചക്കാലത്ത് മുഴുവൻ പ്രകടമാക്കിയത്. 1917 നവംബർ 2 ഈ ബാൽഫറുടെ പ്രഖ്യാപനം വന്നതോടുകൂടി ജൂതന്മാർ ആവേശം കൊണ്ടു. അങ്ങനെ 1920 മാർച്ച് 24 യുദ്ധത്തിന്റെ ഒരു ഗതി മാറി. ഈ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടന്റെ കോളനി വാഴ്ചക്ക് കീഴിലായി. ഈ പറയപ്പെട്ട പ്രദേശം ബ്രിട്ടന്റെ കയ്യിലായി. അന്ന് മുതൽ ബ്രിട്ടൻ ആ പ്രദേശത്തേക്ക് ജൂതന്മാർക്ക് കുടിയേറാൻ അവസരം കൊടുത്തു. ഈ പ്രദേശം അഥവാ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ജൂതന്മാരെ കുടിയേറാൻ അനുവദിച്ചു. 1882 5% ഉണ്ടായിരുന്ന ജൂതർ 1947 ആയപ്പോഴേക്കും 42%-ലധികമായി. ഏതാണ്ട് 50%-ലേക്ക് അടുത്തു. 5% 50%-ലേക്ക് കുടിയേറ്റത്തിലൂടെ ഉയർന്നു. മാത്രമല്ല അമേരിക്ക, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, ഈ രണ്ട് അച്ചുതണ്ട് കൂടിച്ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിന്റെ പിൻബലത്തിൽ നശീകരണാനുമതി നൽകി. എല്ലാ തരത്തിലും അവിടെ നശിപ്പിക്കാൻ ജൂതന്മാർക്ക് അനുമതി കൊടുത്തു. ജൂതന്മാർ ചില സയനിസ്റ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കി. ഉദാഹരണം ഹഗാന പോലെയുള്ള ആ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ക്രൂരമായ പ്രവർത്തനം, മുസ്ലിങ്ങളെ നശിപ്പിക്കുക, അടിച്ചമർത്തുക. അവസാനം അവിടെയുള്ള മുസ്ലിം സമൂഹം പലായനത്തിന് നിർബന്ധമാവുകയാണ്. 1947 UN ഈ ചർച്ച വരുന്നു. അന്താരാഷ്ട്ര മേഖലയിൽ ഇതൊരു വിഷയമായി. കാരണം ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ കുടിപ്പക തുടങ്ങി. ജൂതന്മാരെ കൊണ്ടുപോയി അവിടെ കുടിയിരുത്തി. അറബികളുടെ കയ്യിൽ നിന്നും അറബികൾക്ക് മോഹന വാഗ്ദാനം ചെയ്തുകൊണ്ട് ഭൂമി വാങ്ങാൻ തുടങ്ങി. അറബികളായ നമ്മുടെ ആളുകൾ ആ കാര്യത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ പണം കൂടുതൽ കിട്ടുമ്പോൾ ഭൂമി വിറ്റു. അങ്ങനെ സ്വന്തമായി ഭൂമി വാങ്ങി ആ പ്രദേശത്ത് ബഹുഭൂരിപക്ഷം ഭൂമിയുടെയും ഉടമകളായി ഈ ജൂതന്മാർ കടന്നു വരുന്ന ഒരു രംഗമാണ് പിന്നെ കാണുന്നത്. കാര്യം തിരിഞ്ഞപ്പോൾ അറബ് ലോകത്ത് നിന്ന് പ്രതിഷേധമുണ്ടായപ്പോൾ UN വിഷയം വന്നു. UN വിഷയം വരുമ്പോൾ UN 1947 ഒരു ധാരണയുണ്ടാക്കി. 56% ഭൂമി ജൂതന്മാർക്കും 43% ഭൂമി അറബികൾക്കും. അറബികൾക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. കാരണം ഈ 43 അതുപോലെ തന്നെ 56% വിഭജിക്കുമ്പോൾ ചിന്തിക്കണം, കേവലം 5.6